എല്ലാവർക്കും എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ വരയ്ക്കാം വായിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പേജിൽ വേറൊന്നുമില്ല. സെക്കൻഡ് പേജിൽ നോക്കുമ്പോഴത്തേക്കും അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് വിടേണ്ട പോയിൻറ്റ്സും ഇല്ല. എന്തൊക്കെയാണ് ദിശ, ഒരു സ്കെച്ച് വരയ്ക്കുമ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അത് കൃത്യമായ അളവിൽ വേണം, അളവ് ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് ഈ 2ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പോയിൻറ്റ്സ് ആയിട്ടൊന്നും എടുത്ത് പറയാനില്ല. 3ാമത്തതിലും എന്താണ്, സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായി നാം കണക്കാക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്കായിട്ട് നാം കണക്കാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാകും കിഴക്ക് ദിശയിലാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ ഉദിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൽ വേറെ ഒന്നുമില്ല, ഒരു കുട്ടി നിൽപ്പുണ്ട്. ആ കുട്ടിയുടെ ദിശയാണ് ചോദിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താണ്, സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. നമ്മൾ ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ്, വടക്ക് നോക്കി യന്ത്രം. മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായിട്ട് നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ കോമ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ നമ്മൾ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തിക സൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഇതിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തിക സൂചിയുണ്ട്, അത് തെക്ക് വടക്ക് ദിശയിലാണ് അത് നിലകൊള്ളുന്നു എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സൂചിയിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയ ഒരു അഗ്രമുണ്ട്, ഏത് ദിശയെ സൂചിപ്പിക്കുന്നു, വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പസ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയോ, ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. അപ്പോൾ ഭൂപടത്തിൽ സാധാരണയായിട്ട് നമ്മുടെ ദിശ കാണിക്കുന്ന അടയാളങ്ങൾ നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചുമർ ഭൂപടങ്ങളിൽ മുകൾ ഭാഗം എന്താണ്, വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിൻ്റെ ചുവടുഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദിശയാണ് പറയുന്നത് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, ഈ ദിശകളാണ് പറയുന്നത്. അപ്പോൾ ഭൂപടത്തിൽ എന്താണ്, നമ്മുടെ ദിശയും കൂടി സൂചിപ്പിച്ചിരിക്കും. അടുത്ത് നോക്കാം. അടുത്ത പേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇതാണ് കൊടുത്തേക്കുന്നത്. അതിൽ വേറെ പോയിൻറ്റ്സ് ആയിട്ട് പ്രത്യേകം ഒന്നും പറയാനില്ല. ഭൂപടത്തിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത പേജിൽ കൊടുത്തേക്കുന്നത്. തൊട്ട് പേജിൽ എന്താണ്, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ല. അവിടെ നോക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വിടേണ്ടതുള്ളൂ, വേറെ പോയിൻറ്റ്സ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അടുത്തത് കൊടുത്തിരിക്കുന്നത്, തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഗ്ലോബ് കൊടുത്തിട്ടുണ്ട്, അതിൽ ചുവപ്പ് നിറത്തിൽ സെൻറ്ററിലൂടെ ഒരു വര കൊടുത്തിരിക്കുന്നു. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. അപ്പോൾ ഈ രേഖ ഗ്ലോബിനെ എന്ത് ചെയ്യുന്നു, 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളവുമാണ്. അപ്പോൾ എ ഉത്തരാർദ്ധഗോളവും ബി ദക്ഷിണാർദ്ധഗോളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വെച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റ് രേഖകളും നിരീക്ഷിക്കുക. ഇവയാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ ഭൂമധ്യരേഖയും അതിന് സമാന്തരമായിട്ട് മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റ് രേഖകളും കൂടെ ചേരുന്നതാണ് എന്ത് പറയുന്ന അക്ഷാംശ രേഖകളെന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. അപ്പോൾ അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് അർദ്ധവൃത്താകൃതിയിൽ വരച്ചിരിക്കുന്ന രേഖകളെയാണ് എന്ത് പറയുന്നത്, രേഖാംശ രേഖകളെന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവിടെ നോക്കാം, ഗ്ലോബും ഭൂപടവും. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അപ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു ഭൂമിയുടെ മാതൃകയാണ് എന്ത് പറയുന്നത്, ഗ്ലോബ്.
ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായിട്ട് മാറും. അപ്പോൾ ഈ റൗണ്ടിനിരിക്കുന്ന എന്താണ്? ഗ്ലോബ്. ഈ ഗോളാകൃതിയിലിരിക്കുന്ന ഭൂമിയുടെ സവിശേഷതകളെല്ലാം തന്നെ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഭൂപടമായിട്ട് മാറുന്നത്. അടുത്തത് ജസ്റ്റ് ഒരു കേരളത്തിൻ്റെ മാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത പേജിൽ വരുമ്പോഴത്തേക്കും അടുത്ത് നോക്കാം. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നിവയുടെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ഭൂപടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വേദാക്രമം ഭൂപടത്തിൻ്റെ തലക്കെട്ട്, ദിശ, സൂചിക എന്നിവയാണ്. ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യ ഘടകങ്ങളാണിവ. അപ്പോൾ ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യ ഘടകങ്ങളാണ് ഭൂപടത്തിൻ്റെ തലക്കെട്ട്, ദിശ, സൂചിക. ഇവ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. അപ്പോൾ ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് അതിൻ്റെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. അപ്പോൾ ഒരു ഭൂപടം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ടെന്ന് പറയുന്നത്. നേരെ താഴോട്ട് വരുമ്പോൾ സൂചിക എന്ന് പറയുന്നത് കാണാം. എന്താണ്? സംസ്ഥാന അതിർത്തിയുണ്ട്, ജില്ലാ അതിർത്തി, നദി, ദേശീയ പാതകൾ, റെയിൽവേ പാതകൾ, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, തുറമുഖം, വിമാനത്താവളം, സംസ്ഥാന പാതകൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന സിംബൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സിംബൽസ് ശ്രദ്ധിച്ച് വെച്ചേക്കുക. PSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. അടുത്ത് നോക്കാം. കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ എന്ത് പറയുന്നു? ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി എന്നാണ് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് പറയും. അപ്പോൾ ഭൂപടങ്ങൾ ഉണ്ടാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രാഫി അല്ലെങ്കിൽ ഭൂപടശാസ്ത്രമെന്നും ഭൂപടം തയ്യാറാക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? കാർട്ടോഗ്രാഫർ എന്നും പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതും പരിശോധിക്കുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും ആരാണ്? കേന്ദ്ര സർക്കാർ ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത്. ഇനി താഴെ കോളം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇത്? വയനാട് ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകവുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്. അടുത്ത് ഭാരതപ്പുഴ ഒഴുകുന്നത് ഏത് ദിശയിലോട്ടാണ്? ഭാരതപ്പുഴ ഒഴുകുന്നത് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അടുത്തത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ പാതയുടെ ദിശ ഏതാണ്? വടക്ക് നിന്ന് എങ്ങോട്ടാണ്? തെക്കോട്ടാണ് ദിശ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടകയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? അടുത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു ബോക്സും പിന്നെ ഒരു ജില്ലയെക്കുറിച്ചൊരു കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ചായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് പഠിക്കേണ്ടതൊന്നും ഇല്ല. അടുത്ത് വരുന്നത് ഇന്ത്യയുടെ ഒരു മാപ്പാണ്. മാപ്പ് സംസ്ഥാനങ്ങളും ബാക്കി ഇന്ത്യയുടെ ഏതൊക്കെ ദിശയിൽ എന്തൊക്കെ വരുന്നു, അയൽ സംസ്ഥാനങ്ങൾ, പിന്നെ കടലുകൾ, ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അടുത്ത് നോക്കാം. അടുത്തൊരു കോളമാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് വരുന്ന കടലാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം വരുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്കാണ്. അരുണാചൽ പ്രദേശത്ത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് എന്ന് പറയുന്നത് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് വരുന്ന അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ തുടങ്ങിയവയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. അവിടെ നോക്കാം. ഒരു അജി എന്ന് പറയുന്ന ഒരാൾ തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ പറ്റിയാണ് കൊടുത്തേക്കുന്നത്.
എൻ്റെ സംസ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഉത്തർപ്രദേശ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു അയൽ രാജ്യമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അതിർത്തിയിലൊരു എന്തുണ്ട്? ഒരു രാജ്യമുണ്ട്. അതാണ് നേപ്പാൾ. ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. നേപ്പാൾ ഏത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലാണ്? ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിലാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിനെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെന്താണ്? എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു നൃത്തകലയാണ് ഏതെന്ന് പറയുന്നത്? കഥക് എന്ന് പറയുന്നത്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ട് കാണും. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായ. അപ്പോൾ ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അശോക സ്തംഭത്തിലെ ശ്രദ്ധേയമായ സാരനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് നമ്മൾ അറിയുന്ന എന്താണ്? അശോക സ്തംഭത്തിലെ സാരനാഥ് വഴിയാണ്. അടുത്ത് നോക്കാം. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അപ്പോൾ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് 4 പായ്ക്കപ്പലിലായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് ആര് വന്നത്? വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. ആദ്യം എവിടെയാണ് എത്തിയത്? തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് എത്തിയത്. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. പിന്നെ എവിടെ എത്തി? ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി സഞ്ചരിച്ച് വടക്കോട്ട് സഞ്ചരിച്ച് എവിടെ എത്തി? മലിന്തി തുറമുഖത്താണ് എത്തിയത്. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള എവിടെയാണ് വന്നെത്തിയത്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാലുകുത്തിയത് എന്നാണ്? 1498 മെയ് 20 കോഴിക്കോട് കാപ്പാടാണ് വാസ്കോ ഡ ഗാമ വന്നത്. താഴെ നോക്കുമ്പോൾ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച സമുദ്രപാതയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ ഏത് വഴി ചുറ്റിയാണ് ഇന്ത്യയിൽ എത്തിയത്? ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയാണ് വാസ്കോ ഡ ഗാമ എവിടെ എത്തിയത്? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. കേട്ടോ, അത് മറക്കരുത്. നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് സ്ഥിരം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയതും ബാക്കി ചരിത്രവും എല്ലാം നമ്മൾ എവിടെയാണ്? ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. തുടർന്നുള്ള 10th ചാപ്റ്റേഴ്സിലും 9th ഒക്കെ നമ്മൾ ഇത് വീണ്ടും നമ്മൾ പഠിക്കും കേട്ടോ. അടുത്തത് വേറെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. കുറച്ച് മാപ്പുകളാണ് തന്നിരിക്കുന്നത്. അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, റഷ്യ, ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് അതാണ് തന്നിരിക്കുന്നത്. ലോക ഭൂപടത്തിൽ സമുദ്രത്തോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടെയുണ്ട്. ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രത്തോടൊപ്പമുള്ള വിശാലമായ കരഭാഗങ്ങളെയാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ അടുത്തതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂപടം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്ക, അതായത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. അപ്പോൾ ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഇന്ത്യൻ സമുദ്രത്തിനിടയിൽ കാണുന്ന ഭൂഖണ്ഡമാണ് ഏതെന്ന് പറയുന്നത്? ആഫ്രിക്ക എന്ന് പറയുന്നത്. താഴെ ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയുക എന്നാണ് അതിൻ്റെ പേര് നൽകാനും ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാനാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അടുത്തത് ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും നമ്മൾ ഉപയോഗിക്കുന്നു.
നിത്യജീവിതത്തിൽ ഭൂപഠന വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് ഭൂപഠ വായന അനിവാര്യമായ ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു. ഈ ചാപ്റ്ററിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ VFA ബെവ്കോ LDയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫീസ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. മെസ്സേജ് അയച്ചാൽ മതി. ഡെമോ ക്ലാസ് കാണും. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.